ഒമാനിൽ വീട്ടുജോലിക്കെത്തി ദുരിതത്തിലായ കൊല്ലം സ്വദേശിനിയെ പൊതുപ്രവർത്തകർ ഇടപെട്ട് നാട്ടിലെത്തിച്ചു. പണം ആവശ്യപ്പെട്ട് തൊഴിലുടമ പാസ്പോർട്ട് പിടിച്ചു വെച്ചതിനാലാണ് യുവതി കൊടിയ ദുരിതത്തിലായത്. മസ്കറ്റ് റൂവിയിലെ മലയാളി അസോസിയേഷൻ ഇടപെട്ടതോടെയാണ് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞത്. കൊല്ലം സ്വദേശിനിയായ യുവതി വീട്ടുജോലിക്കായാണ് ഒമാനിലെത്തിയത്. തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായതിനെ തുടർന്ന് യുവതിയുടെ പാസ്പോർട്ട് സ്പോൺസർ കൈവശം വെച്ചിരുന്നു. പാസ്പോർട്ട് തിരിച്ചു നൽകുന്നതിനായി 800 റിയാൽ വേണമെന്ന് ആവശ്യപ്പെട്ടതോടെ മാനസികമായും സാമ്പത്തികമായും തളർന്നിരുന്ന യുവതി പ്രതിസന്ധിയിലായി. യുവതിയുടെ നാട്ടിലുള്ള ബന്ധുക്കൾ കരുനാഗപ്പള്ളി MLA CR മഹേഷ്, മയ്യനാട് ഗ്രാമപഞ്ചായത്ത് അംഗം വിപിൻ ജോസ് എന്നിവരെ ബന്ധപ്പെട്ടു. ഇവർ വിഷയം റൂവി മലയാളി അസോസിയേഷൻ പ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു. വീട്ടുജോലിക്കെത്തിയ ആ യുവതി ജോലി ബുദ്ധിമുട്ട് കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും പിന്നീട് അവര് എംബസിയിൽ അഭയം പ്രാപിക്കുകയും പിന്നീട് അവർക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലുടമയുമായിട്ട് സംസാരിച്ച് അവരുടെ പാസ്പോർട്ട് വാങ്ങി നൽകുകയും അവരെ കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് കയറ്റിയേക്കുകയുമാണ് ചെയ്തത്. അസോസിയേഷൻ ഭാരവാഹികളായ ഫൈസൽ ആലുവ, ഡോക്ടർ മുജീബ് അഹമ്മദ്, നാസർ കൊച്ചയ്യത്ത് എന്നിവർ സ്പോൺസറുമായി സംസാരിച്ചു. 800 റിയാലിന് പകരം 160 റിയാലായി തുക കുറച്ചു. ഇത് നൽകി പാസ്പോർട്ട് വീണ്ടെടുത്താണ് യുവതിയെ നാട്ടിലേക്ക് മടക്കി അയച്ചത്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.